മീത്തലെ മടപ്പര ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലെ ലക്ഷദീപ സമർപ്പണമാണ് ഇന്ന്. 1000 കൈകളിൽ നിന്ന് മൺചെരാതിലേക്ക് പകരുന്ന വെളിച്ചം. ഈ സന്ധ്യാസമയത്ത് ഈ ക്ഷേത്രവും പരിസരവും മുഴുവൻ പ്രകാശപൂരിതമാണ്. അപ്പോൾ ഈ അത്യപൂർവമായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ പോകുന്നത്. ഇതൊരു അപൂർവമായ കാഴ്ച തന്നെയാണ്. കണ്ണൂർ ജില്ലയിലെ വട്ടിപ്രം എന്ന പ്രകൃതി മനോഹര ഗ്രാമത്തിലാണ് മീത്തലെ ശ്രീ മുത്തപ്പൻ മടപ്പുര. ഈ പ്രദേശത്തെ തോട്ടത്തിൽ എന്ന പുകഴ്പെറ്റ തറവാട്ടുകാരാണ് ഇതിൻ്റെ അവകാശികൾ. പൃഥ്വി ഇരുളിൻ്റെ മഹാപ്രളയത്തിലേക്ക് മാഞ്ഞുപോകാൻ തുടങ്ങുന്ന ത്രിസന്ധ്യ. വെളിച്ചത്തിനെ നന്മയായും ഇരുട്ടിനെ തിന്മയായിട്ടുമാണ് പുരാണങ്ങളും വേദങ്ങളുമൊക്കെ കണക്കാക്കിയിരുന്നത്. തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് ദീപാവലി എന്ന ആഘോഷത്തിന്റെ അന്തസ്സത്ത. ഇരുൾ വരന്നു തുടങ്ങിയ സന്ധ്യാനേരത്താണ് ഞാൻ മീത്തലെ മടപ്പരയിൽ എത്തിയത്. കാറ് പാർക്കിങ്ങിൽ നിർത്തിയിട്ട് ക്ഷേത്രത്തിലേക്ക് നടക്കുമ്പോൾ അവിടം മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ലക്ഷം ദീപസമർപ്പണത്തിനായി അവിടെ കൂടിയിരിക്കുന്ന വൻ ജനാവലി. എന്താണ് ഈ ചടങ്ങിൻ്റെ പ്രസക്തിയെന്ന് ആലോചിച്ചുകൊണ്ട് ഞാനൊരല്പനേരം അങ്ങനെ നിന്നുപോയി. വഴിയിലും ക്ഷേത്രാങ്കണത്തിലും ചുറ്റുമെല്ലാം നിറഞ്ഞിരിക്കുന്ന ചെറു ചരാതുകൾ. അവ ഓരോന്നായി കൺതുറക്കാൻ തുടങ്ങിയിരിക്കുന്നു. ശ്രീമുത്തപ്പന് തൊട്ടു മുന്നിലെ വലിയ നിലവിളക്കിൽ നിന്നാണ് ദീപനാളങ്ങൾ പകർന്നെടുക്കുന്നത്. അവ പിന്നീട് ചരാതുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അഗ്നിയും വെളിച്ചവും എല്ലാം നാശമില്ലാത്തതാണ്. അത് സർവ്വതിനെയും ശുദ്ധി ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടനഷ്ടങ്ങളുമെല്ലാം നീക്കം ചെയ്യുന്നതിനാണ് ലക്ഷദീപം സമർപ്പണം നടത്തുന്നത്. 1000 കരങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെടുന്ന ഈ ചരാതുകൾ ആ പ്രദേശത്തെ ആകെ പ്രഭാപൂരിതമാക്കുന്നുണ്ടായിരുന്നു. കണ്ണിനും മനസ്സിനും സായുജ്യം പോലെയായിരുന്നു ആ ദൃശ്യ സൗന്ദര്യം. ദീപം തെളിയിക്കുന്ന ഓരോ മുഖങ്ങളിലും സന്തോഷത്തിന്റെ ഒരു പ്രഭ പടരുന്നുണ്ടായിരുന്നു. മകരസന്ധ്യയുടെ നേർത്ത ഇരുട്ടും ഇളം തണുപ്പും ഈ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിന് മാറ്റുകൂട്ടുന്നു. ഈ അനുഭൂതിയെ വാക്കുകളിലൂടെ അതേ അർത്ഥത്തിൽ പ്രകടിപ്പിക്കുവാൻ സാധിക്കുകയില്ല. എന്താണ് ഈശ്വരൻ എന്ന ചോദ്യത്തിന് ഏറ്റവും ലളിതമായ ഉത്തരം ഇതാണ്. പ്രകാശമുള്ളത് എന്താണോ അതാണ് ഈശ്വരൻ. നന്മയാണ് ഈശ്വരൻ, സ്നേഹമാണ് ഈശ്വരൻ, അനുകമ്പയാണ് ഈശ്വരൻ, കരുണയാണ് ഈശ്വരൻ. ശിവം ശിവകരം ശാന്തം ശിവം സർവമംഗളമംഗല്യേ ശരണ്യേ ത്രയംബകേ ഗൗരി ഓം നമഃ ശിവായ. ഈ ക്ഷേത്രത്തിന് ഏകദേശം 500 വർഷത്തിലധികം പഴക്കമുള്ളതായിട്ട് കരുതപ്പെടുന്നു. ഇത് നാട്ടിലും കുടുംബാംഗങ്ങളിലും എല്ലാം തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത്. നാട്ടുകാരും വളരെയധികം ആരാധിച്ചു വരുന്ന ക്ഷേത്രമാണ്. 108 മടപ്പുരയുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായിട്ടാണ് ഇതിനെ സ്വർണ്ണ പരിഷത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്.
അതുപോലെ തന്നെ ദിനം പ്രതി ഇവിടെ പൈങ്കിറ്റിയായിട്ടും മറ്റുള്ള പ്രവർത്തനങ്ങളായിട്ടും വെളിച്ചെണ്ണ എല്ലാം വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും എല്ലാ സഹായ സഹകരണത്തോടു കൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം. പരമാവധി എല്ലാവരും നല്ല സഹായം ഈ ക്ഷേത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലക്ഷദ്വീപത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാം? ലക്ഷദ്വീപം നമ്മൾ ലക്ഷദ്വീപ സമർപ്പണം ഭഗവാനെ അങ്ങേയറ്റം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാവരും കൂടി ചേർന്ന് പ്രാർത്ഥിച്ച് അതിനുള്ള ഫലസിദ്ധിക്ക് വേണ്ടിയാണ് ഈ ലക്ഷദ്വീപം നടത്തുന്നത്. നന്മയുടെ ഒരു ചൂണ്ടുപലകയായിട്ടാണ് ഈ ലക്ഷദ്വീപത്തിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതനുസരിച്ചിട്ട് ഇന്ന് നല്ലൊരു ജനങ്ങളുടെ പങ്കാളിത്തമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇരുട്ടിന് മേലെ വെളിച്ചത്തിൻ്റെ അല്ലേ വിജയം, വെളിച്ചത്തിന് ഉണ്ടാക്കി തരാൻ വേണ്ടി തൊടതി തറവാടിനും ഈ നാട്ടിലുള്ള എല്ലാ സർവ്വജനങ്ങൾക്കും എല്ലാ ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നു.